ഹലോ എവറി വൺ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ SCERT EVS ക്ലാസ് 3 യൂണിറ്റ് 1 ടെസ്റ്റ് പേപ്പറാണ് നോക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം. ഇനി ഇതുകൂടാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ പാർട്സ് ആണ്. നമുക്കിവിടെ ഒരു സ്റ്റെം മാത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി പാർട്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തൊരു പിക്ചറും കൂടെ ഇവിടെ കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ആ പാർട്സ് കറക്റ്റായിട്ട് ലേബൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഹെർബ്സ്, ട്രീസ്, ഷ്രബ്സ് ഇതിൻ്റെ ഫീച്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും മാച്ച് ചെയ്യാനാണ്. ഹെർബ്സിൻ്റെ പ്രത്യേകതകൾ എന്താ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം ട്രീസിൻ്റെ പഠിച്ചു, ഷ്രബ്സിൻ്റെ പഠിച്ചു. അതിൻ്റെ ആൻസറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ മാച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതേ ആൻസറാണോ കിട്ടിയെന്നുള്ളതും കൂടെ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ആൻഡ് റൈറ്റ് ഇൻ സ്യൂട്ടബിൾ കോളംസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് പ്ലാന്റ്സിൻ്റെയും ട്രീസിൻ്റെയും പേര് തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കറക്റ്റ് കോളത്തിലേക്ക് നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ കോളം? നമുക്കറിയാം പ്രധാനമായിട്ട് മൂന്ന് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിച്ചു. ഹെർബ്സ്, ഷ്രബ്സ്, അതുപോലെ തന്നെ ട്രീസ്. അപ്പം ഇതിൽ മൂന്നിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് ഇത് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഹെർബ്സിൽ വരുന്ന ഏതാണ്, ഷ്രബ്സിൽ വരുന്ന ഏതാണ്, ട്രീസിൽ വരുന്ന ഏതാണ്. അപ്പോൾ ഇതൊന്ന് കറക്റ്റ് ഓർഡറിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് ചെക്ക് ചെയ്ത് നോക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദീസ് പ്ലാന്റ്സ് അക്കോർഡിംഗ് ടു വിച്ച് ഓഫ് ദം ഈസ് പ്ലാന്റ്. നമ്മൾ പഠിച്ചു ഓരോ പ്ലാന്റ്സും വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പ്ലാന്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ചെത്തി, ഹിബിസ്കസ്, നിശാഗന്ധി, മാംഗോ ട്രീ, ജാസ്മിൻ, കടപ്ലാവ്. ഇതെങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നത്? അതായത് അതിൻ്റെ സീഡാണോ, അതോ റൂട്ടാണോ, സ്റ്റെമ്മാണോ, ലീഫാണോ, ഏതാണെന്ന് വെച്ചാൽ ആ കറക്റ്റ് ഓർഡറിൽ നമുക്കിത് അറേഞ്ച് ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദീസ് ഫ്ലവേഴ്സ്. ഈ ഇവിടെ കുറച്ച് പിക്ചർ വരും. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന ഫ്ലവേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പം ഓരോ പിക്ചറും ഇവിടെ അതിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ റോസ് ആണ്, ദെൻ സിന്നിയ, അടുത്തത് മാരിഗോൾഡ്. സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കീപ് ദി എർത്ത് ഗ്രീൻ ബൈ പ്ലാന്റിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് പ്ലാന്റ്സ്. വൈ? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്? അപ്പം പ്ലാന്റ്സിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോയിൻ്റ് എഴുതാനായിട്ടാണ് നമ്മുടെ സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ഓർക്കുക. ഇനി അതുകൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.